ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിൽ ഫുൾ മാർക്ക് ഉറപ്പിക്കാൻ നിങ്ങൾ ഏത് ബുക്കാണ് റെഫർ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നിങ്ങൾക്ക് വേണ്ടത് ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും ഓരോ ടോപ്പിക്സിൻ്റെയും ഷോർട്ട് നോട്ട്സ് വേണം. ആ ഓരോ ടോപ്പിക്സിന് ശേഷവും ആ ടോപ്പിക്സിൽ നിന്നുള്ള പരമാവധി ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണം. എക്സാമിന് വരാൻ പോകുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ അറിയുന്ന രീതിക്കുള്ള നോട്ട്സാണ് നിങ്ങൾക്ക് വേണ്ടത്. മുഴുവൻ ചാപ്റ്ററും എടുത്തു കഴിഞ്ഞാൽ ആ മുഴുവൻ ചാപ്റ്ററിന് ചോദിക്കാവുന്ന പരമാവധി പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് വേണം. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കിഡിലൻ നോട്ടാണ് നിങ്ങൾക്ക് വേണ്ടത്. നിങ്ങൾക്കായി ഞങ്ങൾ തന്നെ തയ്യാറാക്കിയിരിക്കുന്നതാണ് സൈലറ്റിൻ്റെ ആ നോട്ട്സ്. +2 കെമിസ്ട്രി ഈ ബുക്സ് ഇപ്പോൾ സൈലം സ്റ്റോറിൽ മാത്രമല്ല നിങ്ങളുടെ വീടിനകത്തുള്ള ബുക്ക് സ്റ്റാളിലും കൂടെ അവൈലബിൾ ആയിരിക്കും എന്നൊരു സന്തോഷ വാർത്ത കൂടെ ഞാൻ ഇതിനോടൊപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോവുകയാണ്. ഫുൾ മാർക്ക് നേടാൻ മാത്രം ഈ ഒരു ബുക്കിൽ അതിന് മാത്രം എന്താണുള്ളത് അല്ലേ? ഈ ഒരു ബുക്കിൽ ഫുൾ മാർക്ക് നേടാൻ മാത്രം എന്തൊക്കെയാണുള്ളത് എന്ന് നിങ്ങൾക്ക് നോക്കേണ്ടേ. 10 ചാപ്റ്ററും വളരെ അടിപൊളിയായിട്ട് തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരൊറ്റ ചാപ്റ്റർ മാത്രം ഞാൻ നിങ്ങളുടെ മുന്നിൽ എക്സാമ്പിളായി കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. സോഫ്റ്റ് കോപ്പിയാണ് കാണിച്ചു തരുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ. ഈ ബുക്കാണ് നിങ്ങൾക്ക് വാങ്ങാനായിട്ട് സാധിക്കുക. ഈ ബുക്ക് പേജുകളുള്ള, മണക്കാൻ സാധിക്കുന്ന, തൊട്ട് നോക്കാൻ സാധിക്കുന്ന ഈ ബുക്സാണ് നിങ്ങളുടെ ബുക്ക് സ്റ്റാളിൽ അവൈലബിൾ ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഓരോ പേജുകളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തെ പേജിൽ സൊല്യൂഷൻ്റെ ഒന്നാമത്തെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കണേ, ആ ഒരു ചാപ്റ്ററിൽ കവർ ചെയ്യാൻ പറ്റുന്ന കവർ ചെയ്യേണ്ട ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് ആദ്യം തന്നെ നമ്മൾ കൊടുക്കും. അതിൽ നിന്നും ഓരോരോ ടോപ്പിക്സിലൂടെ നമ്മൾ കിടക്കുകയാണ്. ഇതിൽ ആദ്യ ടോപ്പിക് എന്ന് പറയുന്നത് സൊല്യൂഷൻ എന്താണെന്ന്, അതിനുശേഷം കോൺസെൻട്രേഷൻ ഓഫ് സൊല്യൂഷൻ എന്ന് പറയുന്നതിലേക്ക് കിടക്കുന്നു. ഏതൊക്കെ കോൺസെൻട്രേഷൻ ടേമുകളാണ് എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഇക്വേഷൻസ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാസ് പേഴ്സൻറ്റേജ് ആദ്യം പറഞ്ഞാൽ പ്രോബ്ലം 1, ഒന്നാമത്തെ പ്രോബ്ലം മാസ് പേഴ്സൻറ്റേജുമായി ബന്ധപ്പെട്ടതാണ്. അത് വോളിയം പേഴ്സൻറ്റേജ് ആണ് അടുത്ത ടോപ്പിക്. ആ വോളിയം പേഴ്സൻറ്റേജിൻ്റെ ആയിരിക്കും അടുത്തൊരു പ്രോബ്ലം. അതുപോലെ ഓരോ ടോപ്പിക്കും കഴിഞ്ഞാൽ അതിൽ നിന്നുള്ള ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കാണാം. അതുമാത്രമല്ല, ആ ടോപ്പിക്സ് എല്ലാം എടുത്തു കഴിഞ്ഞാൽ ഷഫിൾ ചെയ്തുകൊണ്ട് മുഴുവൻ ടോപ്പിക്സും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. ചോദ്യം മാത്രമല്ല, അതിനുള്ള ആൻസർ നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ്. റെഡി? ഇതിനപ്പുറത്ത് സോലിബിലിറ്റിയിലോട്ട് കടക്കുന്നു. സോലിബിലിറ്റി എന്താണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഹെൻറീസ് ലോയും പറയുന്നുണ്ട്, അപ്പുറത്ത് റോൾസ് ലോയും പറയുന്നുണ്ട്, ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷനുകളെല്ലാം പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷനുകളുടെ ഡിഫറൻസസും കൊടുത്തിട്ടുണ്ട്. ആ ടോപ്പിക്സ് കഴിഞ്ഞാൽ അസിയോട്രോപിക് മിക്സ്ചർ കിടക്കുന്നു. ദെൻ ഇനി ചോദ്യങ്ങളിലോട്ടാണ്. ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സിനെല്ലാം വരാവുന്ന പരമാവധി ചോദ്യങ്ങളാണ് നിങ്ങൾക്കതിന് ശേഷം എല്ലാം കാണാൻ സാധിക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ഒരു ദൂരകൂട്ടി ചെയ്യുന്നില്ല, ഇവിടെ എല്ലാം പ്രോബ്ലംസ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഐഡിയൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഡിഫറൻസസ് വെച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും ഇവിടെ നോട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് മാത്രം പോരെടാ, വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം, വേറെ എന്തെങ്കിലും നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമായിട്ട് വരുന്നു. ഈ ബുക്സ് നിങ്ങൾ വാങ്ങുന്നു, ജസ്റ്റ് ഹൈലൈറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നു. ഈ ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ മതി, നിങ്ങൾ വേറെ ഒന്നും നോക്കേണ്ടതില്ല. സൈലത്തിൻ്റെ യൂട്യൂബ് ക്ലാസ്സുകളോ അല്ലെങ്കിൽ അഗ്നി ബാച്ചിൻ്റെ ക്ലാസ്സുകളോ ഉണ്ടെങ്കിൽ, ഈ സൈലത്തിൻ്റെ നോട്ട്സും ഉണ്ടെങ്കിൽ പെർഫെക്റ്റ് ആണ്, ഫുൾ മാർക്ക് ഉറപ്പിക്കാം. അടുത്ത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിലൂടെ കിടക്കുകയാണ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഏതൊക്കെയാണെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഓരോ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസും പറയുമ്പോൾ അതിനുള്ള പ്രോബ്ലംസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ തന്നെ ആ ഓരോ ടോപ്പിക്സും വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രോബ്ലം ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങൾക്കതിലൊരു കോൺഫിഡൻസും കൂടെ കിട്ടുന്നതായിരിക്കും. അവസാനത്തേത് ഇതെല്ലാം കൂടെ കഴിഞ്ഞ ശേഷം അവസാനം നോക്കണേ, നിങ്ങൾ ഈ ചാപ്റ്റർ മുഴുവനായിട്ട് എല്ലാ കാര്യവും പറഞ്ഞതിന് ശേഷം ടോപ്പിക്സ് വൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ ശേഷം ഏറ്റവും അവസാനം നിങ്ങൾക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കാണാം. ഇപ്പോൾ തന്നെ നമ്മൾ പരമാവധി ചോദ്യങ്ങൾ ഓരോ ടോപ്പിക്സും ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷമാണിത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ്. 2010 മുതൽ ഈ കഴിഞ്ഞ വർഷം വരെയുള്ള എല്ലാ ചോദ്യം പറഞ്ഞാൽ ഈ ചാപ്റ്ററിന് ചോദിക്കാവുന്ന റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ചോദ്യത്തിനോടൊപ്പം നിങ്ങൾക്കതിൽ ആൻസറും കൂടെ കാണാവുന്നത്. നോക്കണേ, നിങ്ങൾ 2010 മുതൽക്കുള്ളതാണ്. 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്കിവിടെ കാണാവുന്നതാണ്. ഇങ്ങനെയാണ് നമ്മുടെ ഒരു ചാപ്റ്റർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ +2 കെമിസ്ട്രിയിൽ 10 ചാപ്റ്ററും അടിപൊളിയായിട്ട് കൊടുക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ റെഡിയാക്കി തന്നിരിക്കുന്നത്. നിങ്ങൾ സാധാരണ ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്നൊക്കെ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ സൈലം സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതിനപ്പുറത്ത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റാളുകളിലും ഇനി ഇത് അവൈലബിൾ ആയിരിക്കും. ഉടനെ തന്നെ നിങ്ങളുടെ വീടിന് ഏറ്റവും അടുത്തുള്ള ബുക്ക് സ്റ്റാളുമായിട്ട് ബന്ധപ്പെടുക. കെമിസ്ട്രിയുടെ മാത്രമല്ല, ഫിസിക്സിൻ്റെയും മാത്സിൻ്റെയും ബയോളജിയുടെയും കമ്പ്യൂട്ടേഴ്സിൻ്റെയും എല്ലാ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. ഉടനെ തന്നെ വാങ്ങി പഠിച്ചു തുടങ്ങുക.